മിസ്സിസ് പാർവതി മേനോൻ. പാർവതി മേനോൻ, ഇവിടെ ഇവിടെ വരൂ. പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്നെ നീ. ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യും? ആരും കാണുന്നില്ലല്ലോ. ചേട്ടത്തി കുളിക്കാൻ പോയി, രാധ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയി. ഇപ്പൊ വരും വിശക്കുന്നു പറഞ്ഞ്. എനിക്ക് ചോറെടുക്കാൻ പോവാ. ഞാൻ കഴിച്ചു. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ അടുത്തൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി കയറി. ഇവിടേക്കായിട്ടായിരുന്നെങ്കിൽ ഈ മോൻ 2 ദിവസം പട്ടിണി കിടന്നിട്ടല്ലേ വരൂ. ഞാൻ രവിയുടെ ശബ്ദം കേട്ടു. എന്നും ഇവിടെ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കൂടെ? പിന്നെന്താ? എന്നിട്ട് വേണം ചേട്ടത്തിയുടെ കോന്തൻ മേനോന് ബ്ലഡ് പ്രഷർ കൂടാൻ. അയാൾക്ക് എന്തെങ്കിലും പറ്റിയാ ചേട്ടത്തി തന്നെ വേണം നോക്കാൻ, അല്ലേ മേ? എന്തൊരു സ്നേഹമാ ചേട്ടത്തിയോട്. നീ ഇതെവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു? അവളുടെ വഴിയും നിന്റെ വഴി തന്നെയല്ലേ, അടുക്കള വഴി. മോളെ ആ ഫോണൊന്നും എടുത്തു. ഹലോ. ആ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരുന്ന സത്യം. ഇവിടെ അമ്മയുണ്ട്, ചേട്ടത്തിയുണ്ട്, പിന്നെ രവിയേട്ടനും ഉണ്ട്. സത്യം സത്യം എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഉണ്ട്, ഇപ്പൊ കൊടുക്കാം. ആരാ? കമലയാ? ഇങ്ങനെ ഓ, രവിയേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നമ്മളെ ആരെയും വേണ്ട അമ്മേ. എന്തുവാ ചോദിച്ചേ? എന്തുവാ? ഇപ്പോഴും നീണ്ടു കൊല്ലുന്നതിനുള്ള മുഖം തന്നെയാണോ നിനക്ക്? നോ, കള്ളം. വേറെന്തോണ് പറഞ്ഞത്? എനിക്കറിയാം. കള്ളം ഞാൻ പറയട്ടെ. രവിയേട്ടനിപ്പൊ എങ്ങനെയുണ്ട്? മരത്തോ ഹട്ക ചമട ദേഖാശേ ജോയിനായി തുക്ഷായി മേലിഞ്ഞ് ഉണങ്ങി എല്ലും തോലുമായിട്ട് കണ്ടാർക്ക് സങ്കടം വരും. നീ എങ്ങനെ ഇരിക്കുന്നത്? മമ്മി ഉണ്ടാക്കി തന്ന മധുരം എല്ലാം കഴിച്ച് കഴിച്ച് തടിച്ചു വീർത്ത്. ഇവിടെ മട്ടാഞ്ചേരിയിലൊക്കെ കണ്ടിട്ടില്ലേ ചില ഗുജറാത്തി പെമ്പിള്ളേരെ? അതുപോലുണ്ട്. പിൻഭാഗമൊക്കെ തള്ളി മുൻഭാഗമൊക്കെ പോടുന്നു. എന്റെ മോൾ എങ്ങനെ ഇരുന്നാലും എനിക്കിഷ്ട. ഒരുപാട് 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 ഇഷ്ടം. ഏയ്, എന്തു പറ്റി? എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ ഈ സ്ഥലം മാറ്റം പോലും എന്നെ കാണാനുള്ള ആവേശം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ വന്ന് എന്നെ കുറിച്ച് അറിഞ്ഞപ്പോ മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നങ്ങളെല്ലാം വെറുതെയായി എന്ന് തോന്നി, അല്ലേ?